ഹലോ വീവേഴ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഇരുമ്പുപുളി കൊണ്ടുള്ള നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വന്നു വെച്ചാൽ ഒരു 10 ഇരുമ്പുപുളി, അധികം മൂക്കാത്ത ഇരുമ്പുപുളി വേണം കേട്ടത്. അതേമാതിരത്തെ വേണം, ഇളയത് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു തക്കാളി വേണം. പിന്നെ ഒരു സവോള അതേമാതിരി ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിൻ്റെ ഇല വേണം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പൊടികൾ, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി എരിവിനനുസരിച്ച്, മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ വറുത്തിടാനായിട്ട് കുറച്ച് ഉള്ളി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എണ്ണയും വേണം. ഇത്ര സാധനമാണ് അത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഒന്നിട്ട് കൊടുക്കുക. ആദ്യം അതൊന്ന് നോക്കട്ടെ. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് മൂത്ത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ സവോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. സവോള വേഗം വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സവോള വഴന്ന് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇതൊന്ന് വഴറ്റട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വേവട്ടെ. അതിനായിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. തീ സിമ്മിലാക്കി വെക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളി നല്ലപോലെ വഴന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇരുമ്പുപുളി ഇട്ട് കൊടുക്കാം. ഇരുമ്പുപുളി ഇട്ട് കൊടുക്കാം. കുറച്ച് ആദ്യം നമ്മൾ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് വേവാനായിട്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. തീ നമുക്ക് സിമ്മിലാക്കിയിട്ട് വയ്ക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇരുമ്പുപുളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം അരച്ചത് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നാളികേരം ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് ഞാൻ ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ശരിയാണ്. നമുക്ക് ഇതിലേക്ക് 2 കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം. വറുത്തിടാനായിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളി മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പം നമ്മുടെ നല്ല സിമ്പിളായ നല്ല ടേസ്റ്റുള്ള ഇരുമ്പുപുളി കറി റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.